ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ ചാപ്റ്ററാണ് ബ്രേക്കിംഗ് ദി ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന വ്യക്തിയുടെ കഥാപാത്ര നിരൂപണമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ശ്രീകാന്ത് ബൊല്ല. അപ്പോൾ ഏകദേശം 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം നിങ്ങൾ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ പരമാവധി ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ശ്രീകാന്ത് ബൊല്ല ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഇൻഡിവിജ്വൽ ഹൂസ് ലൈഫ് ഈസ് എ ട്രൂ ഇൻസ്പിറേഷൻ ഫോർ സ്റ്റുഡൻസ് ആൻഡ് സൊസൈറ്റി. ശ്രീകാന്ത് ബൊല്ലയുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കും അതേപോലെ തന്നെ സമൂഹത്തിനൊക്കെ വളരെയധികം ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു ജീവിതമാണ്. Born visually impaired into a poor farming family, he faced numerous difficulties from childhood. അദ്ദേഹം ജന്മന അദ്ദേഹത്തിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു, കാഴ്ചശക്തി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടാതെ ഒരു ഫാമിംഗ് ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് അദ്ദേഹം വളരെ പിന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് ചൈൽഡ്ഹുഡിൽ ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. Despite his disability, he displayed remarkable courage and determination. എന്നാൽ ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും കഠിനാധ്വാനത്തെയും പ്രതിഫലിച്ചുകൊണ്ടേയിരുന്നു. He was denied admission to the science group in school, but instead of giving up, he worked hard to pursue his dreams, showing exceptional perseverance and resilience. അതായത് അദ്ദേഹം ഈ ഒരു 10ാം ക്ലാസ് വരെ അതിമനോഹരമായിട്ട് നല്ല മാർക്കുകൾ വാങ്ങി പഠിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് +1 +2 കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം സയൻസ് ഗ്രൂപ്പ് കിട്ടണമെന്നായിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഗവൺമെന്റിന്റെ പല നിയമങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല, സയൻസ് ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടി ഒരുപാടധികം യാതനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഗവൺമെന്റിനെതിരെ കേസൊക്കെ കൊടുത്ത് അവസാനം അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് സയൻസ് ഗ്രൂപ്പ് തന്നെ നേടിയെടുത്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനൊക്കെ മറികടന്നുകൊണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹീസ് ഹൈലി ഇന്റലിജന്റ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് എംബിഷ്യസ്. നമുക്കറിയാം അദ്ദേഹം വളരെയധികം പരിശ്രമിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എംബിഷ്യസ് ആണ്, അതേപോലെ തന്നെ ഇന്റലിജന്റ് കൂടിയാണ്. ശ്രീകാന്ത്'s positive attitude and self-confidence enabled him to overcome all obstacles. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും എന്തിനേയും തരണം ചെയ്യാനുള്ള ആ ഒരു മനോഭാവവുമാണ് അദ്ദേഹത്തെ എല്ലാ തടസ്സങ്ങളെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിജീവിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. He went on to study at the prestigious Massachusetts Institute of Technology, proving that disabilities cannot limit a person's potential. അദ്ദേഹം പഠിച്ചിരുന്നത് MIT-യിലായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും അതൊന്നും തന്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നതിന് ഉള്ള ഒരു തടസ്സമാകില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതായത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ ഒരു കാര്യത്തെ അതിയായി ആഗ്രഹിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. Apart from personal achievements, അതായത് സ്വന്തമായിട്ടുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും ഉപരിയായിട്ട് ശ്രീകാന്ത് ഈസ് കമ്പാഷനേറ്റ് ആൻഡ് സോഷ്യലി റെസ്പോൺസിബിൾ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവരെ കൂടി സഹായിച്ചിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. He founded Boland Industries, which employs differently abled individuals, reflecting his vision of empowering others and breaking societal barriers. അതായത് ഇദ്ദേഹം തൻ്റെ ബാല്യകാലത്തും തൻ്റെ ജീവിതകാലത്തൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അതൊന്നും ഇനിയൊരാളും അനുഭവിക്കേണ്ടി വരരുത് എന്നുള്ള ആഗ്രഹപ്രകാരം അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു ബോലൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരെ ഇദ്ദേഹം ജോലി നൽകിയും അങ്ങനെ അവരെ സ്വയം സംരക്ഷിക്കാനും അവരെ പ്രാപ്തരാക്കാനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് ബോലൻഡ് ഇൻഡസ്ട്രീസ്. ഇൻ എ സെൻസ്, ശ്രീകാന്ത് ബൊല്ല embodies courage, determination, intelligence, and social responsibilities. His life teaches us that with hard work, vision, and perseverance, even the greatest challenges can be overcome. അപ്പം ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, അദ്ദേഹം വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെയധികം പരിശ്രമിക്കുന്ന കഠിനാധ്വാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ സമൂഹത്തോട് ഒരുപാടധികം റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്.
അദ്ദേഹത്തിന്റെ ജീവിതം, ഹിസ് ലൈഫ് ടീച്ചസ് us that with hard work, vision and perseverance, even the greatest challenges can be overcome. അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? കഠിനാധ്വാനവും ആത്മവിശ്വാസവും അതേപോലെ തന്നെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ആഗ്രഹം, വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള എത്രത്തോളം ഡാർക്കസ്റ്റ് കാര്യമായാലും എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് നമ്മുടെ ആഗ്രഹത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ ഒരു കഥാപാത്ര നിരൂപണമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇതിലും മനോഹരമായിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് അറിയാൻ വേണ്ടി ശ്രമിക്കുക. അദ്ദേഹത്തെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഈ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാടധികം വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.